വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അനേകായിരം കോടികളുടെ അമൂല്യ ശേഖരം സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിധി കുംഭമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. എന്നാൽ കുട്ടിക്കാലത്ത് കേട്ട നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥയിലേതെന്ന പോലെ ഈ നിധി കണ്ടെടുക്കാനുള്ള വഴിയും എളുപ്പമല്ലെന്നാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹ കഥകൾ സൂചിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പല അപസർപ്പ കഥകളിലേതിനേക്കാളും ഭയാനകമായിരിക്കും ഇത് തുറന്നാൽ തിരുവനന്തപുരം നഗരത്തിന് നേരിടേണ്ടി വരിക എന്നതാണ് രാജകുടുംബത്തിൽ നിന്നുള്ള കഥകളും സൂചിപ്പിക്കുന്നത്. പണ്ട് മാർത്താണ്ഡവർമ്മയുടെ പടയോട്ട കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും പരാജയപ്പെടുത്തി നേടിയ സ്വത്തുക്കൾ 1750 ആണ് തൃപ്പടിദാനം എന്ന പേരിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. ഈ പുരാതന നിധിശേഖരങ്ങൾ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചപ്പോഴും ഒരു വിദേശ ശക്തിയെ തന്നെ ഒറ്റയ്ക്ക് ചെറുത്തു തോൽപ്പിച്ച മാർത്താണ്ഡവർമ്മ എന്ന മഹാരാജാവ് ഈ നിധികുംഭങ്ങളും എക്കാലവും ആരും കവർന്നെടുക്കാനാവാത്ത വിധം മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടുകയായിരുന്നു എന്നാണ് കഥ. അതുകൊണ്ട് തന്നെ മിത്തുകളും ഭാവനകളും ചാലിച്ച് നിരവധി കഥകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇപ്പോഴും നിലനിൽക്കുന്നത്. കാലാകാലങ്ങളായുള്ള ഇത്തരം അപസർപ്പ കഥകൾ വീണ്ടും മുളച്ചു പൊട്ടിയിരിക്കുകയാണ്. ചരിത്രത്തെ അടക്കം കൂട്ടുപിടിച്ചാണ് ഇത്തരം ഭാവന കഥകൾ പ്രചരിക്കുന്നത്. വിഷ്ണു ക്ഷേത്രമായ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ നിധികൾക്ക് കാവലായിരിക്കുന്നതും സാക്ഷാൽ വിഷ്ണുവിരക്കായി മാറിയ നാഗങ്ങൾ തന്നെ. നിലവറ തുറന്നാൽ ഈ നിധികൾക്ക് കാവലിരിക്കുന്ന നാഗങ്ങൾ തന്നെ നഗരത്തെ വിഴുങ്ങും. 1908 ഉണ്ടായ ക്ഷാമത്തെ തുടർന്ന് വരൾച്ചയെ നേരിടാൻ ഈ നിലവറ തുറക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ നാഗങ്ങളുടെ കൂട്ടത്തെ കണ്ട് അടയ്ക്കുകയും ചെയ്തു. മാത്രമല്ല നിലവറയ്ക്കകം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുന്നെന്നും പറയപ്പെടുന്നു. തിരമാലകൾ ആർത്തലയ്ക്കുന്ന ശബ്ദവും കേട്ടിരുന്നതായും അന്നത്തെ പത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അന്ന് തിരുവനന്തപുരം നഗരം 6 മാസത്തോളം വെള്ളത്തിനടിയിലായിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. ബി നിലവറയിലെ ഒരു അറ തുറക്കുന്നത് അറബിക്കടലിലേക്കാണെന്നാണ് പറയപ്പെടുന്നത്. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം ജില്ല മുഴുവൻ വെള്ളത്തിലാകുമെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബവും ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചതോടെ ആളുകൾ 2 തട്ടിലായിരിക്കുകയാണ്. ക്ഷേത്ര ചരിത്രങ്ങൾ തന്നെയാണ് ജനത്തെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്നത്. നിലവറ തുറന്നാൽ സുനാമിക്ക് സമാനമായി നിലവറയിലൂടെ കടലിൽ നിന്നും വെള്ളം ഇരച്ചു കയറി നഗരത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളയും. ബി നിലവറയുടെ പ്രധാന വാതിൽ തുറക്കുന്നതിനൊപ്പം ശംഖുമുഖം കടപ്പുറത്തെ മറ്റൊരു വാതിലും തുറക്കപ്പെടുമെന്നാണ് രേഖകളിൽ കാണുന്നത്. ഈ വാതിലിലൂടെ കടൽ വെള്ളം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കുള്ളിലേക്ക് കടന്നു വരും. ഇതുമാത്രമല്ല തിരുവനന്തപുരം നഗരത്തിലെ കനാലുകളെയും കുളങ്ങളെയും പരസ്പരം ബന്ധിക്കുന്ന വാതിലുകൾ കൂടിയുണ്ട്. ബി നിലവറയുടെ കവാടം തുറക്കുന്നതിനോടൊപ്പം തന്നെ ഈ കനാലുകളുടെയും കുളങ്ങളുടെയും വാതിലുകളും ക്രമേണ തുറക്കപ്പെടും. കടൽ വെള്ളം കുതിച്ചെത്തി ഈ കുളങ്ങളും കനാലുകളും നിറയും. ഇതോടെ തിരുവനന്തപുരം നഗരം തന്നെ വെള്ളത്തിൽ മുങ്ങുമെന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് ഒഴിവാക്കാനാണ് ഇപ്പോൾ രാജകുടുംബം ബി നിലവറ തുറക്കരുതെന്നും വ്യക്തമാക്കി രംഗത്ത് എത്തിയിരിക്കുന്നത്. രാജഭരണകാലത്ത് സ്വർണവും നിധിയും സൂക്ഷിച്ചിരുന്നത് ഈ ബി നിലവറയിലായിരുന്നു. ഈ നിലവറയുടെ വാതിൽ നേരിട്ട് തുറന്നാൽ അപകടമുണ്ടാകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു നിലവറകളിൽ നിന്നും ബി നിലവറയിൽ സ്വർണം നിക്ഷേപിക്കുന്നതിന് പ്രത്യേക അറകളുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ നിന്നും ബി നിലവറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക വഴിയുണ്ടായിരുന്നതായും ചരിത്രരേഖകളിലുണ്ട്. തിരുവിതാംകൂറിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമുണ്ടായാൽ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നിലവറകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നിലവറയുടെ താക്കോൽ രഹസ്യം അറിയാത്ത സൈന്യം തിരുവിതാംകൂറിനെ ആക്രമിച്ച് സ്വർണം കവരാൻ ശ്രമിച്ചാൽ സൈന്യമടക്കം കടലിൽ ചെല്ലുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ ബി നിലവറ തുറന്നാൽ കേരളത്തിന് തന്നെ നാശമുണ്ടാകുമെന്നാണ് തിരുവിതാംകൂർ രാജവംശം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് നിലവറ തുറക്കുന്നതിനെതിരെ രാജവംശം തടസ്സം നിൽക്കുന്നതും. എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് കടലിനടിയിലേക്ക് രഹസ്യ തുരങ്കമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഭൗമശാസ്ത്രജ്ഞർ പഠനം നടത്തിയെങ്കിലും ഇങ്ങനെയൊരു തുരങ്കമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു നിഗമനത്തിലെത്താൻ ആയിരുന്നില്ല. തന്ത്രികൾ ഗരുഡ മന്ത്രം ആലപിച്ചുകൊണ്ട് വേണം ഈ നിലവറ തുറക്കാൻ. എന്നാൽ അതിന് മാത്രം പ്രാവീണ്യമുള്ള തന്ത്രികൾ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. വാസ്തുവിദ്വാൻമാർ പോലും പറയുന്നത് ഈ വാതിൽ തുറക്കാൻ കഴിയില്ലെന്നതാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച മേത്തൻമണി ഈ അടുത്ത കാലത്ത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ശരിയാക്കാൻ പണി 18 നോക്കിയിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നതും കൺമുന്നിൽ നടന്ന വസ്തുതയാണ്. അത്ര പൂർണ്ണതയോടെയാണ് ഓരോ പണികളും നടത്തിയിരിക്കുന്നത്. 2 ലക്ഷം കോടിയിലധികം മൂല്യം വരുന്ന നിധിശേഖരമുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാതിർത്തിയായ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണിത്.
അതിനാൽ തന്നെ കേന്ദ്രത്തിന്റെ മേൽനോട്ടവും ക്ഷേത്രത്തിനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.